ഹായ് ഫ്രണ്ട്സ്, സാപ്പിട മലയാളത്തിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഇവിടെ വന്നിട്ടുള്ളത് കഴിഞ്ഞ ദിവസം OTT റിലീസ് ചെയ്ത ഒരു മലയാളം സസ്പെൻസ് ക്രൈം ത്രില്ലർ ഡ്രാമ കോമഡി വിഭാഗത്തിലൊക്കെ പെടുത്താവുന്ന ഒരു സിനിമയായിരുന്നു സൂത്രവാക്യം എന്ന് പറയുന്ന സിനിമ. നമ്മുടെ ഷൈൻ ടോം ജോക്ക, വിൻസി അലോഷ്യസ്, ദീപക് പറമ്പോല് എന്നിവരൊക്കെ പ്രധാന വേഷം കഴിക്കാത്ത സിനിമയായിരുന്നു. ഈ ഒരു സിനിമയുടെ വിശേഷങ്ങളുമായിട്ടാണ് ഇന്നത്തെ വീഡിയോ ഞാൻ വന്നിട്ടുള്ളത്. അപ്പോൾ സിനിമ കഴിഞ്ഞ ദിവസം ലയൺസ് ഗേറ്റ് പ്ലേ OTT പ്ലാറ്റ്ഫോം റിലീസ് ചെയ്തു. സിനിമയുടെ വിശേഷങ്ങളിലേക്ക് കടക്കാം. സിനിമയുടെ പ്ലോട്ട് എന്താണെന്ന് ചോദിക്കുക, നമ്മുടെ നായകൻ ഷൈൻ ടോം ജോക്ക ഒരു പോലീസ് ഓഫീസർ ആയിരിക്കും. അപ്പോൾ അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പോലീസ് സ്റ്റേഷൻ്റെ മുകളിലായിട്ട് മാത്സ് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. അതായത് കുട്ടികൾക്ക് മാത്സ് ട്യൂഷൻ ക്ലാസ് എടുക്കുന്നുണ്ട്. വിൻസി അലോഷ്യസ് ടീച്ചറായിരിക്കും, മാത്സിൻ്റെ ടീച്ചറായിരിക്കും. അപ്പോൾ വിൻസി അലോഷ്യസും ഷൈൻ ടോം ജോക്കും തമ്മിലുള്ള ബന്ധം, അതുകൂടാതെ കുട്ടികളും ഇവർ തമ്മിലുള്ള ബന്ധങ്ങൾ, കുട്ടികൾക്കിടയിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ, ഒരു ക്രൈം, അതിനിടയിൽ കൂടി ഒരു ക്രൈം നടക്കുന്നത്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ, ഇതൊക്കെയാണ് സിനിമയിൽ മൊത്തത്തിൽ പറഞ്ഞു പോകുന്നത്. സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ എന്നുള്ള ഏകദേശം 1 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ ടോട്ടൽ ഡ്യൂറേഷൻ വരുന്നത്. ഏച്ചിലായിരുന്നു കുറേ ഭാഗങ്ങൾ ഭയങ്കര 2 മണിക്കൂറില്ല, 1 മണിക്കൂർ 53 മിനിറ്റാണ് സിനിമയുടെ ഡ്യൂറേഷൻ വരുന്നുള്ളൂ. എന്നിട്ടും ഈ സിനിമയ്ക്ക് പല സ്ഥലത്തും ഏച്ചിലായിരുന്നു എന്നുള്ളത് പറയുമ്പോൾ ഞാൻ പറഞ്ഞില്ല, ഒരു 1.5 മണിക്കൂറോട് തീർക്കാമായിരുന്നു ഈ സിനിമ എന്നുള്ളതാണ്. പല ഭാഗത്തും വെറുതെ വെറുപ്പിക്കുന്ന കുറേ രംഗങ്ങളുണ്ട്. ഈ കുട്ടികളുടെയൊക്കെ അഭിനയം എന്ന് പറഞ്ഞാൽ അത്ര നന്നായി തോന്നില്ല. പക്ഷെ ഷൈൻ ടോം ജോക്കയുടെ പെർഫോമൻസ് അടിപൊളിയായിരുന്നു. കുറേ കാലത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ നല്ലൊരു വേഷം കാണാൻ കഴിയുന്നത്. അദ്ദേഹത്തിൻ്റെ ഡയലോഗ് പറയുന്ന ഡയലോഗ്സൊക്കെ നല്ല രീതിയിൽ തന്നെ ചെയ്യുന്നത് കണ്ടു. വിൻസി അലോഷ്യസിൻ്റെ കഥ എന്ന് പറഞ്ഞാൽ ഞാൻ നല്ലൊരു എന്താ പറയുക, ബോൾഡായിട്ടുള്ള നല്ലൊരു സ്ട്രോങ് കഥാപാത്രമായിരിക്കും എന്ന് പ്രതീക്ഷിച്ചു. പക്ഷെ വെറുതെ ഒരു കഥാപാത്രം, അതിന് പകരം വേറെ ആര് വെച്ചാലും കുഴപ്പമില്ലായിരുന്നു. വിൻസി അലോഷ്യസിനെ വേണമെന്നില്ലായിരുന്നു, ആരെങ്കിലും മതിയായിരുന്നു. ഒന്നും ചെയ്യാനില്ല, വിൻസി അലോഷ്യസിന് ഒന്നും ചെയ്യാനില്ല ഈ സിനിമയിൽ എന്നുള്ളതാണ്. അപ്പോൾ ദീപക് പറമ്പോലുണ്ട്. ബാക്കിയുള്ളവർ പെർഫോമൻസ് പറഞ്ഞാൽ എല്ലാവർക്കും വലിയ രീതിയിലുള്ള പെർഫോമൻസ് കാഴ്ചവെക്കാനുള്ള സംഭവങ്ങളൊന്നും ഇല്ല സിനിമയിൽ. എങ്ങനെ ഓരോ കാര്യങ്ങൾ ഇവരുടെ ബന്ധങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വെറുതെ വലിച്ചയച്ച് കൊണ്ടുപോകാണ് സിനിമ എന്നുള്ളതാണ്. പിന്നെ ഈ ഒരു ഇന്റർവെല്ലിന് ശേഷം ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്ലോട്ട് വരുന്നുണ്ട്, ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് വരുന്നുണ്ട്. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഞാൻ പറഞ്ഞല്ലോ, സ്ക്രിപ്റ്റിൽ ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ സംഭവം കുറച്ചുകൂടി ഒരു പ്രാധാന്യം കൊടുത്തിരുന്നെങ്കിൽ, അതായത് ഫസ്റ്റ് കാണിച്ച ഒരു അരമണിക്കൂർ, ഒരു 15 മിനിറ്റോട് കാണിച്ച് തീർക്കാവുന്ന കുറച്ച് സംഭവങ്ങൾ എല്ലാം കൂടി 1 മണിക്കൂർ കൊണ്ട് ഇങ്ങനെ വലിച്ചേച്ച് കണ്ട് തന്നെ പിന്നെയും ഡയലോഗ്സ് ഇങ്ങനെ പറയാം. നമ്മളിങ്ങനെ സ്പൂൺ ഫീഡ് ചെയ്ത് തരികയാണ്. അതിനൊന്നും ആവശ്യമില്ല. ശരിക്കും ആ ഒരു ഇൻവെസ്റ്റിഗേഷൻ പാർട്ട് കുറച്ചുകൂടി ഒന്ന് നന്നാക്കി എഴുതി ഒന്ന് വലുതാക്കിയിരുന്നെങ്കിൽ, ഒരു 1.5 മണിക്കൂർ സിനിമ തീർക്കുന്ന രീതിയിലാക്കിയിരുന്നെങ്കിൽ ഒരു മികച്ചൊരു സിനിമ അനുഭവം തന്നെയാകുമായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു ഈ ഒരു സിനിമ എന്നുള്ളത്. എന്തായാലും ഒന്ന് കണ്ടു നോക്കുക. സൂത്രവാക്യം എന്ന് പറഞ്ഞ ഈ ഒരു സിനിമ തിയേറ്ററിൽ ഫ്ലോപ്പായ സിനിമയാണ്. കുറേ വിവാദങ്ങളൊക്കെ ഉണ്ടായിരുന്നു ഈ സിനിമ സെറ്റുകളിൽ വെച്ചിട്ട്. ഷൈൻ ടോം ജോക്കും അതുപോലെ തന്നെ വിൻസി അലോഷ്യസ് തമ്മിൽ എന്തൊക്കെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഒക്കെ സോൾവ് ആക്കിയിട്ടാണ് സിനിമ തിയേറ്റർ റിലീസ് ചെയ്തത്. പക്ഷേ തിയേറ്റർ റിലീസ് ചെയ്ത സമയത്ത് ഫ്ലോപ്പായിരുന്നു. സിനിമ കാണാൻ ആരും ഇല്ലായിരുന്നു തന്നെ പറയാം. ആ രീതിയിലായിരുന്നു. ഇവിടെ ഒന്നും ഷോ ഒന്നും നടന്നില്ല മര്യാദയ്ക്ക്. അതുകൊണ്ട് തന്നെ കാണാൻ സാധിച്ചില്ല ഈ സിനിമ. ഇപ്പോൾ തിയേറ്ററിൽ OTT വന്ന സമയത്ത് കണ്ടു. പക്ഷെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. ജസ്റ്റ് വാച്ചബിൾ എന്ന് തന്നെ പറയാം, അത്രയേ ഉള്ളൂ. അതിൽ കൂടുതലൊന്നും പറയാനില്ല സിനിമയെക്കുറിച്ച്. എന്നാലും നിങ്ങൾ സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സ് രേഖപ്പെടുത്താൻ ശ്രമിക്കുക. ഓക്കെ, അപ്പോൾ എത്രയാണ് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും.